ഹലോ ഗായ്സ്, എല്ലാവരുടെ പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോയുടെ വന്നങ്ങനെയാണ്. കുറച്ച് നാൾ വീഡിയോ ഒന്നും ഇട്ടില്ല, ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നങ്ങനെയാണ്. നമ്മളിന്ന് കാർഷിക ട്യൂബായിട്ട് വന്നേക്കണേണ്. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഒരു റിവർ ക്രോസിങ് ചാലഞ്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ ഞാൻ കുറേ നാൾ മുമ്പ് കയറ്റിയപ്പോൾ ഇട്ട വീഡിയോ ആണ്. പിന്നെ അതാണ് എൻ്റെ ഡിലീറ്റായിപ്പോയി. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഞാൻ പിന്നെയും കയറ്റിയേക്കണേണ്. ഇപ്പോൾ ആണെങ്കിലാണെങ്കിൽ ഒരു നിസാൻ സ്കൈലൈൻ മോഡിഫൈഡ് ഉണ്ട്, നിസാൻ സ്കൈലൈൻ R34. പിന്നെ എൻ്റെ ഒരു റേഞ്ച് റോവർ ഉണ്ട്, അത് ഗ്യാരേജിൻ്റെ ഉള്ളിലാണ്. ഇതാണ് ഡേയ്സ്. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ ഒരു ഓഫ് റോഡ് വണ്ടിയായിട്ടും മറ്റേതാണെങ്കിൽ ഒരു സ്പോർട്സ് കാറായിട്ടാണ് എടുത്തേക്കണത്. ഞാൻ ഓഫ് റോഡ് പോയിട്ട് ഫുള്ളും ചെളിയാക്കി വെച്ചേക്കണേണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു കാർ എടുക്കണേണ്. അപ്പോൾ ഏതാ കാറെന്ന് ടൈറ്റും തമ്മിലൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ ബുഗാട്ടി വേറോണാണ്. അപ്പോൾ അതിൻ്റെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ 21.5 ലക്ഷമാണ്, $21 ലക്ഷം. അപ്പോൾ കാശൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചേക്കണേണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ അങ്ങോട്ട് നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാം. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ വേറൊരു ഗ്യാരേജും കൂടി ഉണ്ട്, അത് ഇവിടെ ഇട്ട് വരും. അപ്പോൾ നമ്മുടെ ബുഗാട്ടി ആണെങ്കിൽ അവിടെ ഇരിക്കും നമ്മൾ വെക്കാൻ പോണത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി കാശുണ്ടാക്കിയിട്ട് ഒരു വില്ല അല്ലെങ്കിൽ വല്ല ഒരു ഫ്ലാറ്റ് ഉണ്ട് 10 ലക്ഷത്തിൻ്റെ, അത് നമുക്കൊന്ന് എടുക്കുക. പിന്നെ കുറച്ചും കൂടി കാശായിട്ട് നമുക്കൊരു വില്ല എടുക്കുക, അത് 20 ലക്ഷത്തിൻ്റെയാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബുഗാട്ടി എടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് കാർ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെന്നാടെ ലാൻഡ് ക്രൂസറും പിന്നെ GTR ഒക്കെ. അപ്പോൾ എല്ലാതെയും വെച്ച് ഏറ്റവും വില കൂടിയ വണ്ടിയാണെന്നാണ് ഈ ബുഗാട്ടി വേറോൺ. എനിക്ക് തോന്നുന്നത് ഈ ഗെയിമിലുള്ള വെച്ച് നമ്മുടെ ഗെയിം ക്യാഷ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന വണ്ടിയിൽ ഏറ്റവും വില കൂടിയത് നമ്മുടെ ബുഗാട്ടി തന്നെയാണെന്ന്, ഈ ബുഗാട്ടി വേറോൺ. പിന്നെ എൻ്റെ ഒരു റിയൽ കാശിൻ്റെ വണ്ടിയുണ്ട്, അപ്പോൾ നമ്മുടെ ബുഗാട്ടിയുടെ ഉണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ നോക്കണ്ടല്ലേ അങ്ങോട്ട് മേടിക്കാം. നമ്മുടെ കാശ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതാ വണ്ടി കിട്ടിയേക്കണേണ്. അപ്പോൾ ഇതാണ് അവിടെ വണ്ടി. പിന്നെ ഈ വണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല ഇൻറ്റീരിയറും പിന്നെ നല്ല സ്പീഡൊക്കെ ഉണ്ടായ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ ഞാൻ അന്ന് ടെസ്റ്റ് ചെയ്താൽ തന്നെ 380 അങ്ങാണ്ടൊക്കെ അടിച്ചായിരുന്നു. പിന്നെ നമ്മളാണെങ്കിൽ എയർപോർട്ടിലോട്ട് പോയി, എയർപോർട്ടിൽ നിന്ന് അധികം സ്പീഡ് ആയില്ല, 346 അങ്ങാണ്ടൊക്കെ ഞാൻ കണ്ടത്. കാരണം എയർപോർട്ടിൽ അതിന് പറ്റിയ റോഡൊന്നും ഇല്ല എയർപോർട്ടിൽ. അപ്പോൾ നമുക്ക് ഈ കാര്യം ചെയ്യാം, എയർപോർട്ടിലോട്ട് തന്നെ പോവാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. ഇപ്പം തന്നെ 200 അടിച്ച്. അതവിടെ സ്കൈലൈൻ പോലെ തന്നെ, സ്കൈലൈനും പെട്ടെന്ന് 200 അടിക്കും. അപ്പോൾ നമ്മളെ ബുഗാട്ടിയും കൊണ്ട് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ. പിന്നെ അതിൻ്റെ ബോഡി കാർബൺ ഫൈബർ ആയില്ല, നമ്മുടെ ബുഗാട്ടി ഷിറോൺ ഉണ്ട് ഇതിൽ, അത് റിയൽ ക്യാഷാണ്. അപ്പോൾ ആ വണ്ടീൻ്റെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കാർബൺ ഫൈബറാണ്. പക്ഷെ അതൊന്നും എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയല്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇത് തന്നെ എടുക്കുക. നമ്മുടെ അപ്ഡേറ്റ് വന്നായിരുന്നു ഇതിൽ, പുതിയ അപ്ഡേറ്റ്. അപ്പോൾ ഇതിൽ പുതിയ സിറ്റി വന്ന്, അപ്പോൾ നമുക്ക് പുതിയ സിറ്റി സ്ഥലം ഉണ്ടാകാൻ നോക്കാം. ഇവിടെ ഒരു വലിയ നീണ്ട റോഡുണ്ട്, പക്ഷേ ഞാൻ അങ്ങോട്ട് പോകണില്ല, കുറേ പോകണം അങ്ങോട്ട് ഇനി. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ സ്പീഡിൽ പോവാം. 3, 2, 1 സ്റ്റാർട്ട്. അപ്പോൾ വണ്ടി ഇപ്പം തന്നെ 100 അടിച്ചിട്ടുണ്ട്, 150, 200, പിന്നെ 250, 300. ഇങ്ങനെ പോണ വണ്ടി എന്തായാലും 400 അടിക്കുമെന്നല്ലേ, അത് ഉറപ്പാണ് 400 അടിക്കുമെന്ന്. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയായിട്ട് നമുക്ക് ഒന്ന് ഓടിച്ചൊന്ന് ഈ വണ്ടിയായിട്ട് സുഖിക്കുക കുറച്ച് നേരം ഓടിച്ച്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ഗുഡ് ബൈ.